വൈജ തന്നെ സ്വയം വെടിവെച്ചു മരിച്ചു. അതെ, തൻ്റെ പൂർവ്വകാല ജീവിതം, സ്റ്റാലിനിയോടൊപ്പമുള്ള ജീവിതം എല്ലാവരും തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കുന്ന വൈജ അലീന സ്വന്തം മകളാണെന്നും സ്റ്റാലിനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ബാലചന്ദ്രന് നേരത്തെ അറിയാമായിരുന്നുവെന്നും തൻ്റെ പൂർവ്വകാല ജീവചരിത്രം മുഴുവൻ ചികഞ്ഞെടുത്തിട്ടാണ് ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതിരുന്നെന്നും തൻ്റെ കുത്തഴിഞ്ഞ ജീവിതം മക്കൾ ഉൾപ്പെടെ, ബന്ധുക്കൾ ഉൾപ്പെടെ, ഭർത്താവ് ഉൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കുന്ന വൈജയ്ക്ക് മാനക്കേട് കൊണ്ടും സ്വയം നാണക്കേട് കൊണ്ടും ജീവിച്ചിരിക്കാൻ തോന്നാതിരിക്കുകയാണ്. അങ്ങനെ വൈജ തന്നെ സ്വയം വെടിവെച്ച് ഇല്ലാതാവുന്നു. എന്തായാലും അധികം വൈകാതെ തന്നെ വൈജ മരിച്ചുപോയി. വൈജ എല്ലാവർക്കും മുൻപിൽ വെച്ചായിരുന്നു സ്വയം ഇല്ലാതാവുന്നത്. ബാലചന്ദ്രനും സ്റ്റാലിനിയും മക്കളും ബന്ധുക്കളും എല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. അവർക്ക് മുൻപിൽ ഇനി തലയുയർത്തിപ്പിടിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടുന്ന വൈജയന്തി സ്വയം ഇല്ലാതാവുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ അലീനയും